പറയുന്ന ഏത് സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ മേലാണ് ഗുവാഹത്തി ഹൈക്കോടതിക്ക് അധികാരം ഉള്ളത്? ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, ഉത്തരം നോക്കാം. ശ്രദ്ധിക്കുക. ഗുവാഹത്തി ഹൈക്കോടതി എന്ന് പറയുന്നത് 1948 ഏപ്രിൽ 5 സ്ഥാപിതമായതാണ്. അസം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം. നോക്കുക, അസം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം. ഈ മുകളിൽ പറഞ്ഞവയെല്ലാം ഓക്കെ. അപ്പോൾ അസം ഉണ്ട്, നാഗാലാൻഡ് ഉണ്ട്, അരുണാചൽ പ്രദേശ് ഉണ്ട്, മിസോറാം ഉണ്ട്. ഇതെല്ലാം ഉള്ളതാണ്. ഇനി ഇതിന്റെ മോഡൽ വേറെ എങ്ങനെയാണ് ചോദിക്കുന്നത് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക. ഹൈക്കോർട്ട് ഓഫ് ബോംബെ. ബോംബെക്ക് ശ്രദ്ധിക്കുക, മഹാരാഷ്ട്ര, ഗോവ, ദാദ്ര നാഗർ ഹവേലി, ദാമൻ ദിയു. ഒന്നുകൂടെ പറയാ, മഹാരാഷ്ട്ര, ഗോവ, ദാദ്ര നാഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു. ഇങ്ങനെയാണ് ഇത്രയും പ്രദേശങ്ങളിലാണ്, അതായത് 2 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശം. ഈ ദാദ്ര നാഗർ ഹവേലിയും ദാമൻ ദിയു ഒന്നായല്ലോ. ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു. ഇതിന്റെ മേലിലാണ് ഈ കോടതിക്ക് ഉള്ളത്. 1862 ഓഗസ്റ്റ് 14 സ്ഥാപിതമായ കോടതിയാണ്, ഹൈക്കോടതിയാണ്. നോക്കുക, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലെ നീതിന്യായ വ്യവസ്ഥയിലെ പരമോന്നത പദവി വഹിക്കുന്ന സ്ഥാപനമാണ് ഹൈക്കോടതി. ഹൈക്കോടതി ഇന്ത്യൻ ഭരണഘടനയുടെ 214 മുതൽ 231 വരെയാണ് ഹൈക്കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഹൈക്കോടതിയുടെ റിട്ട് അധികാരം ഏതാണ്? ആർട്ടിക്കിൾ കമന്റ് ചെയ്യുക, സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. ഹൈക്കോടതിയുടെ റിട്ട് അധികാരം ഈ 214 നേരെ തിരിച്ചിടുക, 124. ഇവിടെ നിന്നാണ് സുപ്രീം കോടതി സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഒരു നമ്പർ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞു പറഞ്ഞാൽ സുപ്രീം കോടതിയായി, അതേപോലെ തന്നെ തിരിച്ചിട്ട് കഴിഞ്ഞു പറഞ്ഞാൽ ഹൈക്കോടതിയായി. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിനും ഓരോ ഹൈക്കോടതി വേണമെന്ന് 214 നിഷ്കർഷിക്കുന്നു. എന്നാൽ 2ഓ അതിലധികമോ സ്ഥാപനങ്ങൾക്ക് ഒരു പൊതു ഹൈക്കോടതി സ്ഥാപിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? പാർലമെന്റിനുണ്ട്. മാർക്ക് ചെയ്യുക, ആർക്കാണുള്ളതെന്ന് ചോദിക്കും. പാർലമെന്റിനുണ്ടെന്ന് അനുച്ഛേദം 231 വ്യക്തമാക്കുന്നു. അതായത് ആർട്ടിക്കിൾ 214 പറയണത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഓരോ ഹൈക്കോടതി വേണമെന്ന്. അത് ഒന്ന് ചെലവുള്ള ഒരു സംഭവമാണ്. പിന്നെ അതേപോലെ തന്നെ അത്രയും ജഡ്ജിമാർ വേണം, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം അതൊക്കെ കണക്കിലെടുത്തിട്ട് ആർട്ടിക്കിൾ 231 പറയുന്നത് പാർലമെന്റിന് അധികാരമുണ്ട് ഒരു പൊതു ഹൈക്കോടതി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എന്നാണ്. ഇനി ഇതെല്ലാം വരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ഹൈക്കോടതി, ഭരണഘടന വരുന്നതിന് മുമ്പ് തന്നെ ഹൈക്കോടതികളുണ്ട്. ഇപ്പൊ നോക്കുക, ആദ്യത്തെ ഹൈക്കോടതി ഏതാണെന്ന് ചോദിക്കും. ഏതാണ്? കൊൽക്കത്ത ഹൈക്കോടതി. 1862ലാണ് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ മുംബൈ ഹൈക്കോടതി വരികയാണ്. അതിനുശേഷം ചെന്നൈ ഹൈക്കോടതി വരികയാണ്. നോക്കുക, കൊൽക്കത്ത ഹൈക്കോടതിയുടെ കീഴിൽ പശ്ചിമ ബംഗാളും ആൻഡമാൻ നിക്കോബാറും. ഇനി മുംബൈ ഹൈക്കോടതിക്ക് കീഴിൽ നമ്മൾ നേരത്തെ പറഞ്ഞു മഹാരാഷ്ട്ര, ഗോവ, ദാമൻ ആൻഡ് ദിയു, ദാദ്ര നാഗർ ഹവേലി. ചെന്നൈയിൽ നോക്കുക, തമിഴ്നാട്, പുതുച്ചേരി. ഇനി അതേപോലെ തന്നെ ഇത് 3 ഏകദേശം ഒരേ വർഷം വന്നു ഇറങ്ങുകൊണ്ട് 4ാമത്തെ ഹൈക്കോടതി ഏതാണെന്ന് ചോദിക്കും. ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി ഏതാണെന്ന് ചോദിക്കും. ഏതാണ്? അലഹാബാദ് ഹൈക്കോടതിയാണ്. അവിടെ ജനസംഖ്യ കൂടുതലല്ലോ ഉത്തർപ്രദേശിൽ, അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, നോക്കുക, ഇനി ആ ഹൈക്കോടതിയുടെ അധികാരങ്ങൾ അതേപടി നിലനിർത്തിയിട്ടുണ്ട്. ഏതാണ് ഹൈക്കോടതികൾ? മദ്രാസ്, ബോംബെ, കൊൽക്കത്ത, ദില്ലി. ഇവിടെയൊക്കെ ഭരണഘടന വരുന്നതിന് മുമ്പ് തന്നെ ഹൈക്കോടതി ഉണ്ട്. അവരുടെ അധികാരം അതേപടി നിലനിർത്തിയിട്ടുണ്ട്. ഇത് 225 ആർട്ടിക്കിളിൽ പറയുന്നതാണ്. അതേപോലെ തന്നെ സംസ്ഥാന നിയമസഭകൾ നിർമ്മിക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്നിലധികം ബെഞ്ചുകൾക്ക് ചില ഹൈക്കോടതികൾക്ക് ഉണ്ടാവാം. സംസ്ഥാന നിയമസഭയാണ് ബെഞ്ചുകൾ ഏതൊക്കെയാണെന്ന് വേണ്ടിയിട്ട് നിയമം ഉണ്ടാക്കേണ്ടത്. അതേപോലെ തന്നെ ഇതാണ് അവരുടെ അധികാര പരിധി. ഓക്കെ, നോക്കുക, കേരള ഹൈക്കോടതി, കേരളം, ലക്ഷദ്വീപ്. 1956 വന്നത്. കേരളം, ലക്ഷദ്വീപ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളം, ലക്ഷദ്വീപ്. ഇനി അതേപോലെ തന്നെ ഏറ്റവും അവസാനം വന്നത് ഏതാണെന്ന് ചോദിക്കും. എത്ര ഹൈക്കോടതികൾ ഉണ്ടെന്ന് ചോദിക്കും. 25 ഹൈക്കോടതിയാണ്. 25ാമത്തെ ഹൈക്കോടതി ആന്ധ്രാപ്രദേശ്, 2019. അപ്പോൾ 2019 ആന്ധ്രാപ്രദേശ് വരുന്നത്. ശ്രദ്ധിക്കുക, 2019 ആന്ധ്രാപ്രദേശ് വരുന്നത്. 25ാമത്തെ ഹൈക്കോടതിയാണ് ഏത്? ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി. 25 ഹൈക്കോടതിയാണ്. 1ാമത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഏതാണ്? കൊൽക്കത്ത. ഇനി ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാന്ന് ചോദിക്കും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈക്കോടതി സംസ്ഥാനങ്ങളുടേതാണല്ലോ എന്ന് ആലോചിച്ചിട്ട് ഒരിക്കലും ഗവർണർ എന്നൊന്നും എഴുതി വെക്കരുത്. ആരാണ്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയാണ്
കാലാകാലങ്ങളിൽ ഒരു ചീഫ് ജസ്റ്റിസും ജഡ്ജിമാരും അടങ്ങുന്ന ആളുകളെ എന്ത് ചെയ്യുക, നിയമിക്കുക. അപ്പോൾ രാഷ്ട്രപതിക്കാണ് അതിനുള്ള അധികാരമുള്ളത്. പക്ഷെ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുമ്പോൾ രാഷ്ട്രപതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോടും അതത് സംസ്ഥാന ഗവർണറോടും കൂടി എന്ത് ചെയ്യണം, ആലോചിക്കേണ്ടതുണ്ട്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഒഴികെയുള്ള ബാക്കിയുള്ള ജഡ്ജിമാരെ നിയമിക്കുകയാണെങ്കിലോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിട്ട് ആലോചിക്കാറുണ്ട്. ഒന്നുകൂടെ പറയാ, അതായത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയാണ് നിയമിക്കുന്നതെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി അതേപോലെ തന്നെ ഗവർണറോടൊക്കെ കൂടിയാലോചിക്കും. ഇനി ഹൈക്കോടതി ജഡ്ജിയാണ് നിയമിക്കുന്നതെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഗവർണർ അതേപോലെ തന്നെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനോടും കൂടിയാലോചിക്കും. ഹൈക്കോടതിയിൽ ഒരു ജഡ്ജിയെ, ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഉണ്ട്, ജഡ്ജി ഉണ്ടല്ലോ. ഓക്കെ, അങ്ങനെ. ഇനി നോക്കുക, ഇവർക്ക് അതായത് ഹൈക്കോടതിക്ക് സംസ്ഥാന ഗവൺമെന്റ് പാസ്സാക്കുന്ന നിയമത്തിന് മേൽ മാത്രമല്ല അധികാരമുള്ളത്, കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും പാസ്സാക്കിയാൽ അവർക്ക് അതും നിയമമല്ല എന്ന് പറയാനുള്ള അധികാരമുണ്ട്. അപ്പോൾ നോക്കുക, സ്റ്റേറ്റ് ലിസ്റ്റിൽ മാത്രമല്ല ഇവര്, അതേപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, സ്റ്റേറ്റ് ലിസ്റ്റിൽ മാത്രമല്ല ഇവർ പറയുക, ഇവർക്ക് സ്റ്റേറ്റ് ലിസ്റ്റിൽ പറയുക, യൂണിയൻ ലിസ്റ്റിൽ പറയുക, കൺകറന്റ് ലിസ്റ്റിൽ പറയുക, എല്ലാ ലിസ്റ്റിൽപ്പെട്ട നിയമങ്ങളെക്കുറിച്ചും ഇവർക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു ഹൈക്കോടതി ജഡ്ജി ആവുക? ഹൈക്കോടതി ജഡ്ജിയുടെ ക്വാളിഫിക്കേഷൻ ആർട്ടിക്കിൾ 217 ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, അദ്ദേഹം ഇന്ത്യൻ പൗരനായിരിക്കണം. അതേപോലെ തന്നെ 10 വർഷം ഏതെങ്കിലും ജുഡീഷ്യൽ ഓഫീസിൽ 10 വർഷം ഇന്ത്യയിൽ നീതിന്യായ അധികാര സ്ഥാനത്ത് ജോലി നോക്കുകയോ, ഓക്കെ, അല്ലെങ്കിൽ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അദ്ദേഹം ഹൈക്കോടതികളിൽ അഡ്വക്കേറ്റ് ആയിരിക്കണം 10 വർഷത്തേക്ക്. ഒന്നുകൂടെ പറയാ, 2 കണ്ടീഷനുള്ളൂ. ഒന്ന്, ഇന്ത്യൻ പൗരനായിരിക്കണം. രണ്ടാമത്തത്, അദ്ദേഹം ഏതെങ്കിലും നീതിന്യായ അധികാര സ്ഥാനത്ത് ജോലി നോക്കണം 10 വർഷം. അല്ലെങ്കിൽ അദ്ദേഹം 10 വർഷം അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കാര്യങ്ങൾ മാത്രമേ അതിലുള്ളൂ. ഇനി ഇംപീച്ച്മെന്റ് ശ്രദ്ധിക്കുക, നടത്തണമെന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്നുണ്ട്. ഇവരങ്ങനെ പെട്ടെന്നൊന്നും പുറത്താക്കാൻ പറ്റില്ല. സുപ്രീം കോടതി ജഡ്ജിമാരടങ്ങുന്ന ഒരു സമിതി കുറ്റക്കാരനാണെന്ന് കാണുന്ന പക്ഷം പ്രത്യേക കുറ്റവിചാരണ നടത്താം. പാർലമെന്റിന്റെ 2 സഭകളിലും 3/2 ഭൂരിപക്ഷം, അതിനെ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുക, അങ്ങനെ അധികാരം ലഭിച്ചാൽ മാത്രം ഹൈക്കോടതി ജഡ്ജിയെ പുറത്താക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യയിലെ ചരിത്രത്തിൽ 2 പ്രാവശ്യം മാത്രമാണ് പ്രത്യേക കുറ്റവിചാരണ നടന്നത്. ഓക്കെ, ഒന്ന് ജസ്റ്റിസ് വി രാമസ്വാമിയുടെ കാര്യത്തിലും രണ്ടാമത്തെ ജസ്റ്റിസ് സൗമിത്ര സെനിന്റെ കാര്യത്തിലും. ഓക്കെ, അത് വിചാരണ നടന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി റിട്ടുകൾക്ക് ഇവർക്ക് അധികാരമുണ്ട് നമ്മൾ പറഞ്ഞു, മൗലികാവകാശവുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് അതിൽ പഠിക്കേണ്ടത്. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ചതിൽ തെറ്റായത് അല്ലെങ്കിൽ തെറ്റായവ കണ്ടുപിടിക്കുക. ഇന്ത്യൻ പാർലമെന്റിന്റെ അപ്പർ ചേംബർ ഒരു സ്ഥിരം സഭയാണ്. അപ്പർ ചേംബർ എന്ന് പറയുമ്പോൾ രാജ്യസഭ, ലോവർ ചേംബർ എന്ന് പറയുമ്പോൾ ലോക്സഭ. അപ്പോൾ അപ്പർ ചേംബർ സ്ഥിരം സഭയാണ്. ശരിയാണ് അല്ലേ? ഓക്കെ, അടുത്ത്, രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഒരു കാര്യം ആലോചിച്ച് നോക്കുക, എല്ലാ അംഗങ്ങളെയും അങ്ങനെയാണോ? 12 പേരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 12 പേരെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇലക്ഷൻ്റെ അടിസ്ഥാനത്തിലാണോ? ഇവരുടെ ഒരു സ്പെഷ്യൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു വേറൊരു തരം വോട്ടാണ്. നമ്മൾ ഇനി വരുന്നതിൽ പറയും, ഇനി വരുന്ന കുറച്ച് കഴിഞ്ഞ് പറയും. അപ്പോൾ അങ്ങനെയാണോ തിരഞ്ഞെടുക്കുക? അപ്പോൾ അത് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൂന്നാമത്തെ, അതിൻ്റെ ചെയർമാൻ അതിൻ്റെ അംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്നു. അതിൻ്റെ ചെയർമാൻ അതിൻ്റെ അംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ അതിൽ നോക്കുക, അതിൻ്റെ ചെയർമാൻ അതിൻ്റെ അംഗങ്ങളും തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുമ്പോൾ ചെയർമാൻ എന്ന് പറഞ്ഞു വെച്ചാൽ ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതിയെ അതിൻ്റെ അംഗങ്ങളിൽ നിന്നാണോ തിരഞ്ഞെടുക്കുക? അല്ല, ഉപരാഷ്ട്രപതിക്ക് പ്രത്യേക എലക്ഷൻ ഉണ്ട്. അപ്പോൾ അതും നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഒരു തെറ്റായവയാണ് ചോദിച്ച്. അപ്പോൾ 1 ശരിയാണ്, 2 തെറ്റാണ്, 3 തെറ്റാണ്. അപ്പോൾ 2 തെറ്റാണ്, 3 തെറ്റാണ്. അപ്പോൾ 2, 3 അങ്ങനെയാകുമ്പോൾ ശരിയാവും. സി എന്നുള്ള ഇത് മാത്രമാണ് വരാൻ പറ്റുക. സി എന്നുള്ളതാണ് വരിക. അപ്പോൾ തെറ്റായതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം, ശരിയായത് തെറ്റായത് എന്നുള്ളതൊക്കെ മാറി പോകാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങളത് ശരിക്കും നോക്കണം. അപ്പോൾ 2, 3. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാ അംഗങ്ങളെയും എടുക്കാത്തത് നമ്മൾ പറഞ്ഞു? കാരണം അവിടെ നോമിനേഷൻ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ പുറമേ നിന്നുള്ള ഒരാളാണ്.
ഇതിനെ വിശദമായിട്ട് നമ്മൾ ഇനി വരുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കുന്ന കാരണം കൊണ്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ഇനി വരുന്ന ഈ 28ാമത്തെ ക്വസ്റ്റ്യന് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് ഉത്തരം പറഞ്ഞിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോയിട്ട് അത് വിശദമായിട്ട് നമുക്ക് നോക്കാം. മൗലികാവകാശങ്ങൾ എന്നാൽ ന്യായീകരിക്കാവുന്നവയാണ്. ന്യായീകരിക്കാവുന്നവ മീൻസ് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, കോടതിയിൽ നമുക്ക് നേരിട്ട് സമീപിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത് ശരിയാണ്, ജസ്റ്റിസബിൾ ആണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടി ജസ്റ്റിസബിൾ അല്ലേ, ന്യായീകരിക്കാൻ പറ്റുന്നവയല്ല. DPSPയും അങ്ങനെയല്ല. ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതായത് പാർട്ട് 3 പറഞ്ഞിരിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ്, അമേരിക്കയിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് മാത്രമേ ന്യായീകരിക്കാൻ പറ്റുന്നുള്ളൂ. സമ്പൂർണമായവ പറയുമ്പോൾ എല്ലാ കാലത്തും കിട്ടുന്നത്, അടിയന്തരാവസ്ഥ കാലത്ത് നിങ്ങൾക്ക് അത് കിട്ടുമോ? ഇല്ല. അപ്പോൾ രണ്ടാമത്തെ തെറ്റാണ്. അപ്പോൾ ഒന്നാമത്തെ ശരിയാണ്, രണ്ടാമത്തെ തെറ്റ്. നെഗറ്റീവ് പോസിറ്റീവ് ആവാം, ശരിയാണ്. അതൊരു കാര്യം ചെയ്യാമെന്നും പറയാം, ചെയ്യരുതെന്നും പറയാം. ഭേദഗതി വരുത്താവുന്നതാണ്, വളരെ ശരിയല്ലേ. കാരണം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കൂട്ടിച്ചേർത്തതാണ്, സ്വത്തവകാശം എടുത്തു കളഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ 1, 3, 4. ഓക്കെ, 1, 3, 4. അപ്പോൾ ഇതിലേതാണ് മൗലികാവകാശങ്ങൾ? ഓക്കെ, അപ്പോൾ 1, 3, 4 ശരിയാണ്. ഇനി നമുക്ക് ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് നോക്കണേ. എല്ലാം ശരിയാണ്, 2 മാത്രം തെറ്റാണ്, 2, 4 തെറ്റാണ്, 1 മാത്രം ശരിയാണ്. ഇവിടെയാണ് നമ്മുടെ സമയം പോവുക, അത് പെട്ടെന്ന് സോൾവ് ചെയ്യണം. രണ്ടാമത്തെ തെറ്റാണ് നമ്മൾ പറഞ്ഞില്ല, അപ്പോൾ B ആണ് വരിക. ഓക്കെ, അപ്പോൾ അവിടെ അങ്ങനെ ശ്രദ്ധിക്കണം. അടുത്ത, ലോക്പാലിന്റെ ആദ്യ ചെയർപേഴ്സൺ ആരാണ്? അപ്പോൾ എന്താണ് ലോക്പാൽ? നോക്കുക, 19 മാർച്ച് 2019, 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓംബുഡ്സ്മാൻ ഏജൻസി എന്ന രീതിയിൽ വന്നതാണ് എന്ത്? ലോക്പാൽ. ലോക്പാലിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇതിന്റെ ചൈൽഡ് ഏജൻസിയാണ് ലോകായുക്ത. കേന്ദ്രത്തിൽ അഴിമതി തടയുന്നതിനായി വന്ന സ്ഥാപനം ചോദിച്ചാൽ ലോക്പാല്, സംസ്ഥാനത്തിലാണെങ്കിൽ ലോകായുക്ത. ഇനി ലോക്പാലിന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് പിനാക്കി ചന്ദ്രഘോഷ് ആണ്. അതിനുശേഷം വന്നത് പ്രദീപ് കുമാർ മൊഹന്തിയാണ്. ചോദ്യം നോക്കുക, ലോക്പാലിന്റെ ആദ്യ ചെയർപേഴ്സൺ ആരാണ്? ജസ്റ്റിസ് പിനാക്കി ചന്ദ്ര ഘോഷ്. ഓപ്ഷൻ എ ആണ്, ജസ്റ്റിസ് പിനാക്കി ചന്ദ്ര ഘോഷ്. അടുത്തത് അമെൻമെന്റുമായി ബന്ധപ്പെട്ടാണ്. അമെൻമെന്റിനെ കുറിച്ച് നമ്മൾ വിശദമായി പറയുന്നുണ്ട്, എങ്ങനെ അമെൻമെന്റ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. ഇവിടെ ചോദിച്ച ചോദ്യം അതല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ 9A ചേർത്തത് താഴെ പറയുന്നവയിൽ ഏത് വഴിയാണ് 9A എന്നുള്ളത് കൂട്ടിച്ചേർത്തത്? ഓക്കെ, അപ്പോൾ 9A എങ്ങനെയാണ് കൂട്ടിച്ചേർത്തത് അത് നമ്മൾ പറയുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക. 105ാം ഭരണഘടനാ ഭേദഗതി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റിന് പവർ കൊടുക്കുകയാണ്. ഒ ബി സി എന്നുള്ളത് തിരിച്ചറിയാനുള്ള പവർ, അല്ലെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള, അല്ലെങ്കിൽ ടേബിൾ ചെയ്യാനുള്ള പവർ ആർക്ക് കൊടുക്കുകയാണ്? സ്റ്റേറ്റിന് കൊടുക്കുകയാണ്. 104 എന്ന് പറയുന്നത് SC/ST റിസർവേഷൻ 10 വർഷം കൂടി നീട്ടുകയും, അതേപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻ നോമിനേഷൻ എന്നുള്ളത്, അതായത് ഒരു അംഗത്തിന് നിയമസഭയിലും 2 അംഗങ്ങളെ ലോക്സഭയിലും നോമിനേറ്റ് ചെയ്യുന്ന ഒരു പതിവുണ്ടല്ലോ, അത് അവസാനിപ്പിച്ച് 104ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 103 എന്താണ്? EWS, എക്കണോമിക് വീക്കർ സെഷൻ, മുന്നോക്കത്തിലെ പിന്നാക്കത്തിന് 10% സംവരണം. അപ്പോൾ ഒന്നുകൂടെ പറയാം, 105 എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റുമായിട്ട് OBC ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 104 എന്ന് പറയുമ്പോൾ SC/ST റിസർവേഷൻ വർദ്ധിപ്പിക്കുകയും ആംഗ്ലോ ഇന്ത്യൻ നോമിനേഷൻ ഇല്ലാതാക്കുകയും ചെയ്തു. അമെൻമെന്റ് 103 എന്ന് പറയുന്നത് EWSുമായി ബന്ധപ്പെട്ടതാണ്. 102 എന്ന് പറയുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസുമായി ബന്ധപ്പെട്ടാണ്. 102 എന്ന് പറയുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. 101 എല്ലാവർക്കും അറിയാം, ഏതാണ്? GST. ഡേറ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. GSTന്റെ ജൂലൈ 1, 2017. ഇനി 97 ചോദിക്കും, ശ്രദ്ധിക്കുക. ആർട്ടിക്കിൾ 19 അമെൻഡ് ചെയ്തു, അതേപോലെ തന്നെ 41B കൂട്ടിച്ചേർത്തു, 9B കൂട്ടിച്ചേർത്തു. ഈ 9B വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുമായി ബന്ധപ്പെട്ടാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. 97ാം ഭരണഘടനാ ഭേദഗതി 12 ജനുവരി 2012 വന്ന് 97ാം ഭരണഘടനാ ഭേദഗതി കൂട്ടിച്ചേർത്ത പാർട്ട് എത്രയാണ്? 9B. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അടുത്തത് 86, 21A കൂട്ടിച്ചേർക്കുകയും 51Aയിലും 45ലും മാറ്റം വരുത്തുകയും ചെയ്തു. 2002 വന്നത്. 86ാം ഭരണഘടനാ ഭേദഗതി 2002. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അല്ലേ? 14 വയസ്സ്, ഓക്കെ, 6 മുതൽ 14 വയസ്സ് വരെയുള്ള ആളുകൾക്ക്
സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കണമെന്നാണ് 86-ാം ഭരണഘടനാ ഭേദഗതി അനുശാസിക്കുന്നത്. അങ്ങനെ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളാണ് 21A. ഇനി നോക്കുക 73, 74. 73 എന്താ പറയുന്നത്? ഇൻസേർട്ട് ഷെഡ്യൂൾ 11 എന്നുള്ള ഷെഡ്യൂൾ കൂട്ടിച്ചേർത്തു. ഓക്കെ, 9 കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു. 1993 വന്നു. പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു 73-ാം ഭരണഘടനാ ഭേദഗതി. 74 നോക്കുക, ഇൻസേർട്ട് പാർട്ട് 9A, ഇൻസേർട്ട് ഷെഡ്യൂൾ 12 280 അമെൻഡ് ചെയ്തു. ഫിനാൻസ് കമ്മീഷൻ എന്നുള്ള സംഭവം സ്റ്റേറ്റിനും കൂടി വേണം എന്നാക്കി മാറ്റി. സെൻട്രലിന് മാത്രമല്ല സ്റ്റേറ്റിനും കൂടി വേണമെന്നാക്കി മാറ്റി. അങ്ങനെ നോക്കുക, ഇതിന് പറയുന്ന പേര് നഗരപാലിക നിയമം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടത്. ഇപ്പോൾ 73 എന്ന് പറഞ്ഞത് പഞ്ചായത്ത് രാജ്യം, 74 നഗരപാലികയാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 73, 74 1993 നരസിംഹറാവുവാണ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ 9A കൂട്ടിച്ചേർത്തു എന്നാണ് പറഞ്ഞത് അല്ലേ? 9A കൂട്ടിച്ചേർത്തു, ഷെഡ്യൂൾ 12 കൂട്ടിച്ചേർത്തു. പാർട്ട് 9A ഷെഡ്യൂൾ 12. ചോദ്യം നോക്കുക. ചോദ്യം എന്താണ്? 9A കൂട്ടിച്ചേർത്തത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് നമ്മൾ പറഞ്ഞത്? 74-ാം ഭരണഘടനാ ഭേദഗതി. അടുത്ത 61, 326 എന്നുള്ള ആർട്ടിക്കിൾ മാറ്റി യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്നാണ് പറയുക. അതായത് പ്രായപൂർത്തി വോട്ടവകാശം. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വോട്ടവകാശം. അതുവരെ അങ്ങനെ ആയിരുന്നില്ല. 1989 വരുന്നത്. 21 നിന്ന് വോട്ടിംഗ് പ്രായം 18 കുറച്ചു. 61-ാം ഭരണഘടനാ ഭേദഗതി രാജീവ് ഗാന്ധി കൊണ്ടുവന്ന്. 52 രാജീവ് ഗാന്ധി തന്നെ കൊണ്ടുവന്നത്. അതിന് പറയുന്ന പേര് ആന്റി ഡിഫെക്ഷൻ ലോ, കൂറുമാറ്റ നിരോധന നിയമം 1985. ഓക്കെ, ശ്രദ്ധിക്കുക. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഒരു ഫേസിൻ്റെയാണ്. നമ്മൾ അടുത്ത ഫേസിലേക്ക് കിടക്കുകയാണ്. അടുത്ത ഫേസിൽ നടത്തിയതിൻ്റെ നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഒന്നാമത്തെ ചോദ്യം, അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ, അത്യാഹിതം മീൻസ് എമർജൻസി പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 19 ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ആവുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ഏതാണ്? 358. എമർജൻസി, അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിള് നമുക്ക് പറഞ്ഞു പോവാ. ശ്രദ്ധിക്കുക, 352 പ്രകാരമാണ് എമർജൻസി പ്രൊക്ലെയിം ചെയ്യുക. 352 പ്രകാരമാണ് എമർജൻസി പ്രൊക്ലെയിം ചെയ്യുക. 3 കാര്യമാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, വാറ്, എക്സ്റ്റേണൽ അഗ്രഷൻ അല്ലെങ്കിൽ ആംഡ് റിബല്യൻ. ഈ ആംഡ് റിബല്യൻ എന്നുള്ളത് 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിൽ കൂട്ടിച്ചേർത്താണ്. അതുവരെ അത് ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നായിരുന്നു. 44-ാം ഭരണഘടനാ ഭേദഗതി 1978 ആംഡ് റിബല്യൻ ആക്കി മാറ്റിയത്. ഇനി എമർജൻസി പ്രൊക്ലെയിം ചെയ്താൽ എന്താണ് സംഭവിക്കുക? അത് 1 മാസത്തിനുള്ളിൽ, ശ്രദ്ധിക്കണേ, 1 മാസത്തിനുള്ളിൽ പാർലമെന്റ് സ്പെഷ്യൽ മെജോറിറ്റിയിൽ, എന്ത് മെജോറിറ്റിയിലാണ്? സ്പെഷ്യൽ മെജോറിറ്റിയിൽ പ്രമേയം അവതരിപ്പിച്ച് അംഗീകരിക്കണം. 6 മാസം കൂടുമ്പോൾ ഇത് പുതുക്കിക്കൊണ്ടേയിരിക്കണം. 1 വർഷം ലോക്സഭയുടെയും രാജ്യസഭയുടെയും അതേപോലെ തന്നെ നിയമസഭകളുടെയും കാലാവധി നീട്ടി പോകും. ഓരോ വർഷവും നീട്ടി പോകും. 6 മാസം കൂടുമ്പോൾ പുതുക്കണം. ഇനി ഇതെങ്ങനെയാണ് എടുത്തു കളയുക? ഒന്നില്ലെങ്കിൽ പ്രസിഡന്റിന് അങ്ങനെ എടുത്തു കളയാൻ പറ്റും. അല്ലെങ്കിൽ ബാക്കിയുള്ള MP-മാർക്ക് ഇത് തോന്നുകയാണ് ആവശ്യമില്ലാത്തതാണെന്ന് തോന്നിക്കഴിഞ്ഞു പറഞ്ഞു വെച്ചാൽ 1/10 ലോക്സഭാ MP-മാര് സ്പീക്കർക്ക് കത്ത് നൽകുക, അല്ലെങ്കിൽ പ്രസിഡന്റിന് കൊടുക്കുക. എന്നിട്ട് ഇത് അവതരിപ്പിക്കുക. ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ചാൽ മതി. സിമ്പിൾ മെജോറിറ്റിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഇതെന്തായും റിവോക്ക് ആവും. ഇനി ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ ഇന്ദിരാഗാന്ധി ഇന്റേണൽ എമർജൻസി പ്രഖ്യാപിച്ച സമയത്ത് നേരിട്ട് ഫക്രുദ്ദീൻ അലി അഹമ്മദിനോട് പോയി പറഞ്ഞാണ്. ഇപ്പം അങ്ങനെയല്ല. ശ്രദ്ധിക്കുക, റിട്ടൺ ലെറ്റർ വേണം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കുക. ക്യാബിനെറ്റ് എന്നുള്ള വാക്കുള്ളത് ആർട്ടിക്കിൾ 352 ഉപയോഗിക്കുന്നത്. പ്രസിഡന്റ് അത് പ്രൊക്ലെയിം ചെയ്യുന്ന സമയത്ത് റിട്ടേൺ ലെറ്റർ വേണം. ആരുടെ? ക്യാബിനറ്റിന്റെ. അപ്പൊ എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു, എങ്ങനെയാണ് എടുത്തു കളയുന്ന എന്നും പറഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള ആർട്ടിക്കിൾ നോക്കാം. 353 എഫക്റ്റ് ഓഫ് പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി വൈൽ എ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി ഈസ് ഇൻ ഓപ്പറേഷൻ. എക്സിക്യൂട്ടീവ് പവർ, എല്ലാ പവറും യൂണിയനിലേക്ക് പോവാണ്, ഒരു യൂണിറ്ററി ഫീച്ചറിലേക്ക് മാറുകയാണ്. പാർലമെന്റ്
വളരെ പവർഫുൾ ആയിട്ടുള്ള ലോ മേക്കിംഗ് ബോഡി ആയിട്ട് മാറുകയാണ്. അതായത് സ്റ്റേറ്റിന്റെ കാര്യങ്ങളിലും പാർലമെന്റിന് തീരുമാനം എടുക്കാൻ പറ്റുകയാണ്. ഇത് ഇന്ത്യയിൽ 3 തവണയാണ് വന്നിട്ടുള്ളത്. 1962, 71, 75. 62 ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് പ്രഖ്യാപിച്ചത്. 71 VV ഗിരിയായിരുന്നു. 75 ഇന്റേണൽ ഡിസ്റ്റർബൻസ് മൂലം വന്നതാണ്. അതുകൊണ്ട് അതിന് ഇന്റേണൽ എമർജൻസി എന്ന് പറയും. ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 62 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, 71 VV ഗിരി, 75 ഫക്രുദ്ദീൻ അലി അഹമ്മദ്. നോക്കുക 354 ആപ്ലിക്കേഷൻ of provisions relating to distribution of revenues while proclamation of emergency is in operation. പ്രസിഡന്റ് ആണ് ഇതിന്റെ സർവാധികാരി. ഇവിടെ പറയുന്നുണ്ട് എക്സെപ്ഷൻ ഓർ മോഡിഫിക്കേഷൻ ആസ് ഹി തിങ്സ് ഫിറ്റ്. റവന്യൂ പരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹമാണ്. ഇത് പാർലമെന്റ് മുമ്പിൽ സമർപ്പിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അടുത്ത 355 വളരെ പ്രധാനപ്പെട്ടാണ്. യൂണിയന്റെ ഡ്യൂട്ടിയാണ് സ്റ്റേറ്റിനെ എക്സ്റ്റേണൽ അഗ്രഷനിൽ നിന്നും ഇന്റേണൽ ഡിസ്റ്റർബൻസിൽ നിന്നും രക്ഷിക്കുക എന്നുള്ളത്, പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. അതേപോലെ തന്നെ സ്റ്റേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് പോവുക എന്നുള്ളത് നോക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? യൂണിയന്റെ ഡ്യൂട്ടിയാണ്. ഏത് ആർട്ടിക്കിൾ പ്രകാരം? 355 പ്രകാരം. 355 പ്രകാരം. അതിന് പറ്റുന്നില്ലെങ്കിൽ 356 പ്രകാരം എന്ത് വരും? പ്രസിഡൻസ് റൂൾ വരും. ശ്രദ്ധിക്കുക, പ്രസിഡൻസ് റൂൾ എന്ന് പറയുമ്പോൾ ഇത് അവതരിപ്പിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു വെച്ചാ, അതായത് പ്രസിഡന്റിന് ഗവർണർ റിപ്പോർട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ തോന്നുകയോ അത് അവര് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് പോകുന്നില്ല എന്ന് തോന്നുകയോ ചെയ്താൽ പ്രസിഡന്റിന് ഇത് പ്രൊക്ലെയിം ചെയ്യാൻ പറ്റും. ആർട്ടിക്കിൾ 356 പ്രകാരമാണ് ഇതിനെ നമ്മൾ പറയുന്ന രാഷ്ട്രപതി ഭരണം എന്ന് പറയും. പഞ്ചാബിലാണ് ആദ്യമായിട്ട് വന്നത് 1951. പക്ഷെ പിരിച്ചുവിട്ട ആദ്യത്തെ മന്ത്രിസഭ 1959 EMS മന്ത്രിസഭയായിരുന്നു. പിരിച്ചുവിടണം നിർബന്ധമില്ല എന്നപ്പോൾ അതിൽ തന്നെ മനസ്സിലായല്ലോ. അപ്പോൾ പിരിച്ചുവിടാം, പിരിച്ചുവിടാതിരിക്കാം. പിരിച്ചുവിട്ടത് ആദ്യം ഏതാണ്? EMS ഗവൺമെന്റ്, ഒന്നാം EMS ഗവൺമെന്റ് കേരളത്തിൽ. നോക്കാം, ഇത് പ്രസിഡന്റ് ഇത് പ്രൊക്ലെയിം ചെയ്തു കഴിഞ്ഞെന്ന് പറഞ്ഞു വെച്ചാൽ പാർലമെന്റിൽ 2 മാസത്തിനുള്ളിൽ സിമ്പിൾ മെജോറിറ്റിയിൽ, കേവല ഭൂരിപക്ഷത്തിൽ എന്ത് ചെയ്താൽ മതി? അംഗീകരിച്ചാൽ മതി. സിമ്പിൾ മെജോറിറ്റിയിൽ അംഗീകരിച്ചാൽ മതി. പിന്നെ അതേപോലെ തന്നെ 6 മാസം കൂടുമ്പോൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം. 6 മാസം പുതുക്കിക്കൊണ്ടിരിക്കണം. 3 വർഷമാണ് കാലാവധി. അതായത് മാക്സിമം നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റിയ രാഷ്ട്രപതി ഭരണം ഏതാണ്? 3 വർഷമാണ്. പക്ഷെ നോക്കുക, നാഷണൽ എമർജൻസി അങ്ങനെയായിരുന്നില്ല. അത് ഇൻഫൈനൈറ്റ് പീരീഡ് ആയിരുന്നു. പക്ഷെ 6 മാസം കൂടുമ്പോൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം. സ്പെഷ്യൽ മെജോറിറ്റിയിൽ. ഇവിടെ എന്ത് മെജോറിറ്റിയാണ്? സിമ്പിൾ മെജോറിറ്റി. ഇത് എടുത്തു കളയുക എന്നുള്ളത് പ്രസിഡന്റിന് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ബാക്കി അങ്ങനെ പാർലമെന്റിൽ പ്രമേയമൊന്നും പാസ്സാക്കില്ല. ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ബാധിക്കുന്ന ഒരു സംഭവമേ അല്ല. പക്ഷേ ഏതാണ്? എമർജൻസി ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ബാധിക്കുന്ന, നാഷണൽ എമർജൻസി ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ബാധിക്കുന്ന ഒരു സംഭവമായിരുന്നു ആദ്യം പറഞ്ഞത്, 352 പറഞ്ഞത്. ഇനി അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ പിറകെ വരുന്ന കാരണം കൊണ്ടാണ് നമ്മളത് സ്ട്രെസ് ചെയ്ത് പറയാതിരുന്നത്. പിന്നെ അതേപോലെ തന്നെ 357 exercise of legislative powers under proclamation is issued under Article 356. എങ്ങനെയാണ് അവരവരുടെ ലെജിസ്ലേച്ചറിനെ, അതായത് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവിടെ നിയമം ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അടുത്ത 358, 359 ഇതാണ് ചോദിച്ചത് എക്സാമിന്. ശ്രദ്ധിക്കുക, വളരെ സിമ്പിളായി പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. 358 എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ എമർജൻസി, അതായത് ആർമഡ് റിബല്യൻ അല്ലാത്തത്, ആർട്ടിക്കിൾ 352 പ്രകാരം 3 രീതിയിലാണല്ലോ നാഷണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്യുക. അതിൽ ഫസ്റ്റത്തെയും രണ്ടാമത്തെയും രീതി, വാർ എക്സ്റ്റേണൽ അഗ്രഷൻ മൂലം എമർജൻസി പ്രൊക്ലെയിം ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ചെയ്യപ്പെടും. ഇതാണ് 358. ഇതാണ് ചോദിച്ചത്, മാർക്ക് ചെയ്യുക. അപ്പോൾ എമർജൻസി പ്രൊക്ലെയിം ചെയ്യുന്ന സമയത്ത്, നാഷണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്യുന്ന സമയത്ത് ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ആവുമെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 358. ഇനി 359 എന്താ പറയുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസിഡന്റിന് എമർജൻസി പീരീഡിൽ, അത്യാഹിത പീരീഡിൽ ഏത് ആർട്ടിക്കിൾ വേണമെങ്കിലും, ഏത് ഫണ്ടമെന്റൽ റൈറ്റ്സിലെ ആർട്ടിക്കിൾ വേണമെങ്കിലും സസ്പെൻഡ് ചെയ്യാം. ഏതൊഴികെ? 20, 21 ഒഴികെ. ജീവിക്കാനുള്ള അവകാശം അപ്പോഴും അവിടെ ഉണ്ടായിരിക്കും. ഇത്രയേ ഉള്ളൂ ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം. ആർട്ടിക്കിൾ 358 എമർജൻസി പ്രൊക്ലെയിം ചെയ്യുമ്പോൾ ആർട്ടിക്കിൾ 19 ഓട്ടോമാറ്റിക്കലി സസ്പെൻഡഡ് ആവും. അപ്പോൾ ആർട്ടിക്കിൾ 19 ബന്ധപ്പെട്ട കാര്യം വരുമ്പോൾ 358 എഴുതി വയ്ക്കുക. പ്രസിഡന്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യുന്നു പറയുമ്പോൾ ഏത് എഴുതി വയ്ക്കുക?
ആർട്ടിക്കിൾ 359 എഴുതി വയ്ക്കുക. പ്രസിഡന്റിനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ആർട്ടിക്കിൾ ആണ് ഏത്? 20-21. 360 ഫിനാൻഷ്യൽ എമർജൻസി. ഇന്ത്യയിൽ ഇതുവരെ വരാത്ത എമർജൻസിയാണ് ഇത്, ഫിനാൻഷ്യൽ എമർജൻസി. ശ്രദ്ധിക്കുക, ഫിനാൻഷ്യൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ പാർലമെന്റ് സിമ്പിൾ മെജോറിറ്റിയിൽ, സിമ്പിൾ മെജോറിറ്റി പറയുമ്പോൾ പകുതിയിലുള്ള ആളുകളെക്കാൾ കൂടുതൽ ഒരാൾ, ഇപ്പൊ 100 പേരാണ് മീറ്റിങ്ങിനുള്ളതിൽ 51 പേര് അംഗീകരിച്ചാൽ മതി, അതാണ് സിമ്പിൾ മെജോറിറ്റി. സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുമ്പോൾ എത്ര പ്രസന്റ് ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല, അവിടെ എത്ര മൊത്തം സ്ട്രെങ്ത് നോക്കും, വന്നാലും അതിലെങ്കിലും സ്ട്രെങ്ത് നോക്കും, അതിന്റെ 2/3 ആണ് നോക്കുക. ഇവിടെ സിമ്പിൾ മെജോറിറ്റിയിൽ പ്രമേയം അവതരിപ്പിക്കുക, പാസ്സാക്കുക. പിന്നീട് ഇത് പുതുക്കേണ്ട യാതൊരു കാര്യമില്ല, 6 മാസം കൂടുമ്പോൾ പുതുക്കേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ ഇൻഫൈനൈറ്റ് പീരീഡ് ആണ്, എത്ര കാലം വേണമെങ്കിലും എന്ത് ചെയ്യാം, നീട്ടിക്കൊണ്ട് പോവാം, എത്ര കാലം വേണമെങ്കിലും നീട്ടിക്കൊണ്ട് പോവാം. ഇത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ഓഫ് ഇന്ത്യക്കോ എന്തെങ്കിലും ത്രട്ട് വരുന്ന സമയത്താണ്. ഇന്ത്യയിൽ ഇതുവരെ പ്രൊക്ലെയിം ചെയ്യാത്ത എമർജൻസിയാണ് ഇത്, ഫിനാൻഷ്യൽ എമർജൻസി. ഫിനാൻഷ്യൽ എമർജൻസി എന്നുള്ളത് ശ്രദ്ധിക്കുക, പാർട്ട് 18 ഉൾപ്പെടുന്നതാണ്. പാർട്ട് 18 ഉൾപ്പെടുന്നതാണ്. 352 മുതൽ 360 വരെയാണ്. 352 നാഷണൽ എമർജൻസി ആണ്. 356 പ്രസിഡന്റ്സ് റൂൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി എന്ന് പറയും. 360 എന്ന് പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ എമർജൻസി ആണ്. ഇതാണ് അതിന്റെ മൊത്തമായിട്ടുള്ള ഒരു പിക്ചർ, നിർബന്ധമായിട്ടും പഠിക്കണം. 365 കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. 365 ഇത്രയേ ഉള്ളൂ. ശ്രദ്ധിക്കുക, യൂണിയൻ എന്തെങ്കിലും ഡയറക്ഷൻ കൊടുക്കുമ്പോൾ, സ്റ്റേറ്റിന് ഡയറക്ഷൻ കൊടുക്കുമ്പോൾ, കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ട് ഡയറക്ഷൻ കൊടുക്കുമ്പോൾ അവരത് പാലിക്കുന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യാൻ പറ്റും? പിരിച്ചുവിടാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് അവര് പറയുന്ന യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ട് പറയുന്ന കാര്യങ്ങൾ സ്റ്റേറ്റ് അംഗീകരിച്ചിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത രണ്ടാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിലുള്ളത്? ലിസ്റ്റിനെ കുറിച്ച് പറയുന്നത് പട്ടിക 7 ഷെഡ്യൂൾ 7 3 ലിസ്റ്റാണ്. ഫസ്റ്റ് ലിസ്റ്റ്, സെക്കൻഡ് ലിസ്റ്റ്, തേർഡ് ലിസ്റ്റ്. ഫസ്റ്റ് ലിസ്റ്റിനെ പറയുന്ന പേര് യൂണിയൻ ലിസ്റ്റ്, സെക്കൻഡ് ലിസ്റ്റിനെ പറയുന്ന പേര് സ്റ്റേറ്റ് ലിസ്റ്റ്, തേർഡ് ലിസ്റ്റിനെ പറയുന്ന പേര് കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിലെ അധികാരം സെൻട്രൽ ഗവൺമെന്റിന്, അതേപോലെ തന്നെ ലിസ്റ്റ് 2 അധികാരം സ്റ്റേറ്റ് ഗവൺമെന്റിന്, ലിസ്റ്റ് 3 അധികാരം 2 പേർക്കും ഉണ്ട്. യൂണിയൻ ലിസ്റ്റ് നോക്കുക, 98 സബ്ജക്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സംഭവമാണ് യൂണിയൻ ലിസ്റ്റ്. ഇതിന്റെ അധികാരി എന്ന് പറയുന്നത് പാർലമെന്റ് ഓഫ് ഇന്ത്യ ആണ്. അവരാണ് അതിൽ കാര്യം തീരുമാനിക്കുക. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ 59 കാര്യങ്ങൾ ഉള്ളതാണ്. ലെജിസ്ലേച്ചർ അതായത് നിയമസഭയാണ് ഇതിന്റെ അധികാരി എന്ന് പറയുന്നത്. കൺകറന്റ് ലിസ്റ്റ് 52 കാര്യങ്ങളാണുള്ളത്. സ്റ്റേറ്റും യൂണിയനും ജോയിന്റ് ആയിട്ടാണ് ഇത് ചെയ്യുക. അത് നിങ്ങൾ സബ്ജക്റ്റ് വരുമ്പോൾ അവർ ഏത് വിഷയത്തെക്കുറിച്ച് പറയുന്നു എന്നുള്ളതിന് അനുസരിച്ചിരിക്കും. ഇനി രണ്ടുപേരും തമ്മിൽ തർക്കം വരുമ്പോൾ യൂണിയൻ ആണ് വിജയിക്കുക, അതായത് കേന്ദ്ര ഗവൺമെന്റ് ആണ് വിജയിക്കുക. നോക്കുക, യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സ്, ബാങ്കിങ്, അറ്റോമിക് എനർജി, റെയിൽവേ, പോസ്റ്റ് ഇതെല്ലാം വരും. അതേപോലെ തന്നെ സ്റ്റേറ്റ് എന്ന് പറയുന്ന സമയത്ത് പബ്ലിക് ഓർഡർ, പ്രിസൺ, പബ്ലിക് ഹെൽത്ത്, സാനിറ്റേഷൻ, പ്രൊഡക്ഷൻ, മാനുഫാക്ചർ, ട്രാൻസ്പോർട്ട്, പർച്ചേസ്, റിസർച്ച്, ഫിഷറീസ്, അഗ്രികൾച്ചറൽ എഡ്യൂക്കേഷൻ, ഇൻടോക്സിക്കേറ്റിംഗ് ലിക്കേഴ്സ്, മദ്യം, ഇതെല്ലാം അതിൽ വരും. നോക്കുക, കേരള ബീവറേജസ് ആണ് അല്ലെ, ഇന്ത്യൻ ബീവറേജസ് അല്ലല്ലോ. ഓക്കെ, അടുത്ത കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ക്രിമിനൽ ലോ, ക്രിമിനൽ പ്രൊസീജിയർ, IPC, CRPC അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രിവെന്റീവ് ഡിറ്റൻഷൻ, ഫോറസ്റ്റ് വനം, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പോപ്പുലേഷൻ കൺട്രോൾ, ഫാമിലി പ്ലാനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ട്രേഡ് യൂണിയൻസ്, ഇതെല്ലാം ഏതിൽ വരും? കൺകറന്റ് ലിസ്റ്റിൽ വരും. ഇനി എന്താണ് റെസിഡ്യുവൽ പവർ? അവശിഷ്ട അധികാരം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അവശിഷ്ട അധികാരം കടമെടുത്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആർട്ടിക്കിൾ 248 പറയുന്നത് the union parliament has exclusive power to make any law with respect to any matter not enumerated in the concurrent list or state list. അതായത് സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും പറയാത്ത, അതായത് ലിസ്റ്റ് 2ലും 3ലും പറയാത്ത പുതിയ എന്ത് കാര്യവും വരുമ്പോഴും ഏതിലാ വരിക? ലിസ്റ്റ് 1ലാ വരിക. അപ്പൊ ഇന്ത്യയിലെ അവശിഷ്ട അധികാരം ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിന്, സെൻട്രൽ ഗവൺമെന്റിന്. ലിസ്റ്റ് 1ല് പുതിയ എന്തെങ്കിലും കാര്യം വരുമ്പോൾ അതൊരിക്കലും കൺകറന്റ് ലിസ്റ്റിലേക്ക് പോവില്ല, സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് പോവില്ല. എവിടെയും പറയാത്ത കാര്യം ആർക്ക് സ്വന്തമാണ്? ലിസ്റ്റ് 1ന് സ്വന്തമാണ്. ഇതിനെ പറയുന്ന പേരാണെന്ത്? അവശിഷ്ട അധികാരം. നോക്കുക,
ഇത് കൺകറന്റ് ലിസ്റ്റ് എവിടെ നിന്നാണ് അവശിഷ്ടാധികാരം. ഈ കൺകറന്റ് ലിസ്റ്റ് എടുത്തിട്ടുള്ളത് ശ്രദ്ധിക്കുക, കൺകറന്റ് ലിസ്റ്റ് എടുത്തിട്ടുള്ളത് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് കൺകറന്റ് ലിസ്റ്റ് എടുത്തിട്ടുള്ളത്. ഇനി യൂണിയൻ ലിസ്റ്റിൽ എന്തൊക്കെയാണ് ഇനം? ഇന്ത്യയുടെ പ്രതിരോധം, നാവിക സൈനിക വ്യോമസേനകള്, കണ്ടോൺമെന്റ്, പിന്നെ അതേപോലെ തന്നെ ആയുധങ്ങള്, തോക്കുകള്, വെടിമരുന്ന്, സ്ഫോടക വസ്തുക്കള്, ആണവോർജം, അതിന്റെ ധാതു വിഭവങ്ങള്, പാർലമെന്റ് നിയമപ്രകാരം പ്രഖ്യാപിച്ച വ്യവസായങ്ങള്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI, അതേപോലെ തന്നെ പ്രതിരോധം, വിദേശകാര്യം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ അതേപോലെ തന്നെ ഐക്യരാഷ്ട്രസഭ, നയതന്ത്ര, കോൺസുലാർ, വ്യാപാര പ്രാതിനിധ്യം, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ടും പഠിക്കണം. ഇനി അതേപോലെ തന്നെ വിദേശ അധികാര പരിധി, യുദ്ധം, സമാധാനം, യുദ്ധം പ്രഖ്യാപിക്കുക ഇന്ത്യയാണ്. പൗരത്വം, പ്രകൃതിവൽക്കരണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പൗരത്വം. ഇന്ത്യയിലേക്കുള്ള പ്രവേശനം, കുടിയേറ്റം, പുറത്താക്കൽ, പിന്നെ അതേപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥാടനങ്ങൾ, പിന്നെ അതേപോലെ തന്നെ റെയിൽവേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ ഹൈവേസ്, അതേപോലെ തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോസ്റ്റുകളും ടെലഗ്രാഫുകളും, ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ആണ് അല്ലെ, കേരള പോസ്റ്റൽ സർവീസ് അല്ല. അതേപോലെ തന്നെ യൂണിയന്റെ പൊതുകടം, കറൻസി, നാണയം, നിയമപരമായ ടെൻഡർ, വിദേശ നാണ്യം, വിദേശ വായ്പ. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് RBI യൂണിയൻ ലിസ്റ്റിലാണ്. അടുത്തത് പോസ്റ്റ് ഓഫീസ്, സേവിങ്സ് ബാങ്ക്, പിന്നെ അതേപോലെ തന്നെ ബാങ്കിങ്, എക്സ്ചേഞ്ച് ബില്ല്, പ്രോമിസറി നോട്ട്, ഇൻഷുറൻസ്. മാർക്ക് ചെയ്യുക, ഇൻഷുറൻസ്. ബാങ്കിങ്ങും ഇൻഷുറൻസും ഏതിലാണ് വരിക? യൂണിയൻ ലിസ്റ്റിലാണ് വരിക. അതേപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പേറ്റന്റ്, കണ്ടുപിടുത്തങ്ങൾ, പിന്നെ അതേപോലെ ശ്രദ്ധിക്കുക പൗരാണികവും ചരിത്രപരമായ സ്മാരകങ്ങൾ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ? സർവേ ഓഫ് ഇന്ത്യ, ജിയോളജിക്കൽ, ബൊട്ടാണിക്കൽ, സുവോളജിക്കൽ, ആന്ത്രോപോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, സെൻസസ്. മാർക്ക് ചെയ്യുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെൻസസ്. കനേഷുമാരി എന്ന് പറയില്ലേ, 10 വർഷം കൂടുമ്പോൾ നടക്കുന്നത്, കഴിഞ്ഞ തവണ കൊറോണക്കാരോട് നടന്നില്ല. സെൻസസ് ആരുടെ അധികാര പരിധിയിലാണ്? യൂണിയന്റെ അധികാര പരിധിയിലാണ്. അതേപോലെ തന്നെ പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും ഓഫീസുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതായത് MLA തെരഞ്ഞെടുപ്പ്, അത് ഇലക്ഷൻ കമ്മീഷന്റെ, അതായത് ആർട്ടിക്കിൾ 324 പ്രകാരമുള്ള ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടിയാണ്. കേരളത്തിലെ MLA ഇലക്ഷൻ, നിയമസഭ ഇലക്ഷൻ നടത്തുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്, അല്ലാതെ കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷൻ അല്ല. കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത് ഇവിടുത്തെ ലോക്കൽ ബോഡി ഇലക്ഷൻസ് ആണ് നടത്തുന്നത്. അതേപോലെ തന്നെ യൂണിയൻ മന്ത്രിമാരുടെയും രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും വേതനങ്ങൾ, അതേപോലെ തന്നെ സുപ്രീം കോടതിയുടെ അധികാര പരിധി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഹൈക്കോടതിയുടെ അധികാര പരിധി വിപുലീകരിക്കുക എന്ന് പറയുമ്പോൾ തെറ്റിച്ച് സ്റ്റേറ്റ് ലിസ്റ്റിൽ എഴുതി വെക്കരുത്. അത് ഏത് ലിസ്റ്റാണ്? യൂണിയൻ ലിസ്റ്റാണ്. ഹൈക്കോടതിയുടെ അധികാര പരിധി ആർക്കാണ്? യൂണിയനാണ്. അതേപോലെ തന്നെ അന്തർ സംസ്ഥാന കുടിയേറ്റം, അന്തർ സംസ്ഥാന ക്വാറന്റൈൻ, കോർപ്പറേഷൻ നികുതി. മാർക്ക് ചെയ്യുക, കോർപ്പറേഷൻ നികുതി. കൃഷിഭൂമി ഒഴികെയുള്ള വസ്തുക്കളുടെ എസ്റ്റേറ്റ് ഡ്യൂട്ടി. അതേപോലെ തന്നെ 97ാമത്തെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ലിസ്റ്റ് 2 അല്ലെങ്കിൽ ലിസ്റ്റ് 3 എന്നിവയിൽ പട്ടികപ്പെടുത്തിയിട്ടില്ലാത്ത മറ്റേതെങ്കിലും, ലിസ്റ്റിൽ പരാമർശിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും നികുതി ഉൾപ്പെടെ എല്ലാം ഏതിലാണ്? ലിസ്റ്റ് 1ലാണ് വരിക. ഇതാണ് അവശിഷ്ടാധികാരം. ഇതാണ് യൂണിയൻ ലിസ്റ്റിലെ സബ്ജക്റ്റ്. ഇനി സ്റ്റേറ്റ് ലിസ്റ്റിൽ നോക്കുക. പബ്ലിക് ഓർഡർ, പൊതുക്രമം, അതായത് പോലീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, പബ്ലിക് ഓർഡർ പാലിച്ചിരിക്കണം എന്നുള്ള സംഭവമാണ് അതിൽ പറയുന്നത്. രണ്ടാമത്തെ പോലീസ്. മൂന്നാമത്തത് ഹൈക്കോടതിയിലെ ഉദ്യോഗസ്ഥരും സേവകരും, ജയിലുകള്. അതേപോലെ തന്നെ പ്രാദേശിക ഭരണകൂടം പറയുമ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. അടുത്ത പൊതുജനാരോഗ്യം, ശുചിത്വം, പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ. ലഹരി പാനീയങ്ങള്. ഇനി അതേപോലെ തന്നെ ശ്മശാന സ്ഥലങ്ങള്. അതേപോലെ ലൈബ്രറി മ്യൂസിയം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈബ്രറി മ്യൂസിയം. അതേപോലെ തന്നെ പാലങ്ങള്, കടത്തുവള്ളങ്ങള്, അങ്ങനെയുള്ള കാര്യം. അടുത്ത കാർഷിക വിദ്യാഭ്യാസം, കുളങ്ങള്, ജലസേചനം, അങ്ങനെയുള്ള കാര്യങ്ങള്. മത്സ്യബന്ധനം, ഫിഷറീസ്. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മാർക്കറ്റുകളും മേളകളും. സത്രം സൂക്ഷിപ്പുകാര്, തിയേറ്ററുകള്, വാതുവെപ്പ്, ചൂതാട്ടം. മദ്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വാതുവെപ്പ്, ചൂതാട്ടം.
വാതുവെപ്പ്, ചൂതാട്ടം. കാർഷിക വരുമാനത്തിന്മേലുള്ള നികുതി, അത് ചോദിക്കും. കാർഷിക വരുമാനത്തിന്മേലുള്ള നികുതി. കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട എസ്റ്റേറ്റ് ഡ്യൂട്ടി. മദ്യത്തിന്റെ കാര്യം നമ്മളിവിടെ പറഞ്ഞു. ഓക്കെ, അടുത്ത ടോളുകൾ മാർക്ക് ചെയ്യുക. ടോള്. ക്യാപിറ്റോൾ നികുതികൾ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. അടുത്തത് കൺകറന്റ് ലിസ്റ്റ്. 2 പേർക്കും അധികാരമുള്ളത്, സ്റ്റേറ്റിനും സെൻട്രലിനും അധികാരമുള്ളത് ക്രിമിനൽ നിയമം. അതേപോലെ തന്നെ ക്രിമിനൽ നിയമം പറയുമ്പോൾ IPC, CRPC അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടും. പിന്നെ അതേപോലെ തന്നെ പ്രിവെന്റീവ് ഡിറ്റൻഷൻ, കരുതൽ തടങ്ക്, 2 പേരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വിവാഹവും വിവാഹമോചനവും. അതേപോലെ തന്നെ കൃഷിഭൂമി ഒഴികെയുള്ള വസ്തു കൈമാറ്റം, പങ്കാളിത്തം ഏജൻസി, അതേപോലെ തന്നെ ട്രസ്റ്റും ട്രസ്റ്റികളും. അതേപോലെ തന്നെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെ എല്ലാ കോടതികളുടെയും ഭരണഘടനയും ഓർഗനൈസേഷനും. കോടതി അലക്ഷ്യം എന്നാൽ സുപ്രീം കോടതിയുള്ള അവഹേളനം ഇതിൽ ഉൾപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ട്. കാർഡ്, അതേപോലെ തന്നെ വിദ്യാഭ്യാസം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിദ്യാഭ്യാസം. അതേപോലെ ജനസംഖ്യ നിയന്ത്രണം, സാമ്പത്തികവും ആസൂത്രണവും. പിന്നെ അതേപോലെ ട്രേഡ് യൂണിയനുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുന്ന സംഭവമാണ്. ഇനി അതേപോലെ തന്നെ വൈദ്യുതി, പത്രങ്ങള്, പുസ്തകങ്ങൾ, അച്ചടിശാലകൾ. ഇതാണ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത് അല്ലേ? നോക്കുക, പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടിശാലകൾ, അതേപോലെ തന്നെ വൈദ്യുതി. ഇതെല്ലാം ഏതിലാണ്? കൺകറന്റ് ലിസ്റ്റിലാണ് വരിക. അപ്പൊ ഇതാണ് ലിസ്റ്റുകളെ സംബന്ധിച്ച് പറയാനുള്ളത്. അടുത്തത് പൗരത്വം ഏറ്റെടുക്കൽ, അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച ഭേദഗതിക്ക് ആവശ്യമായത്. ഇത് നമ്മൾ അമെൻമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പൗരത്വത്തിൽ നിയമം നടപ്പാക്കണമെങ്കിൽ പാർലമെന്റിന് ലളിതമായ ഭൂരിപക്ഷം മതി. ലളിതമായ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ കേവല ഭൂരിപക്ഷം മതി. പാർലമെന്റിന്റെ ലളിതമായ ഭൂരിപക്ഷം, പാർലമെന്റിന്റെ സിമ്പിൾ മെജോറിറ്റി ഉണ്ടെങ്കിൽ പൗരത്വം ഏറ്റെടുക്കൽ, അവസാനിപ്പിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട ഭേദഗതി ചെയ്യാൻ പറ്റും. അതെന്താണ് സംഭവം നോക്കാം, ശ്രദ്ധിക്കാം. സിമ്പിൾ മെജോറിറ്റിയിൽ അമെൻമെന്റ് നടത്തുന്നത് എങ്ങനെയാണ്? അമെൻമെന്റ് പാർട്ട് 20 ഭാഗം 20 പറയുന്നതാണ്. സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അമെൻമെന്റ് എന്നുള്ള ഭാഗം എടുത്തിട്ടുള്ളത്. ശ്രദ്ധിച്ചു കേൾക്കണം. അമെൻമെന്റിന് 8 സ്റ്റെപ്പാണ് ഉള്ളത്. ആ 8 സ്റ്റെപ്പ് അടുത്ത ചോദ്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഉപകാരം വരും. ശ്രദ്ധിച്ചു കേൾക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് പാർലമെന്റിന്റെ ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിക്കുക. അത് വേണമെങ്കിൽ പ്രൈവറ്റ് മെമ്പർക്ക് വേണമെങ്കിൽ അവതരിപ്പിക്കാം, അല്ലെങ്കിൽ മിനിസ്റ്റർക്ക് വേണമെങ്കിൽ അവതരിപ്പിക്കാം. അതാണ് രണ്ടാമത്തെ കാര്യം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പാർലമെന്റിൽ ഏതെങ്കിലും ഒരു സഭയിൽ, ലോക്സഭ, രാജ്യസഭയിൽ അവതരിപ്പിക്കുക. രണ്ടാമത്തത് പ്രൈവറ്റ് മെമ്പർക്കോ പബ്ലിക് മെമ്പർക്കോ അവതരിപ്പിക്കാം. മൂന്നാമത്തെ കാര്യം, 2 ഹൗസിലും സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സായിരിക്കണം. അതായത് 2/3 മെജോറിറ്റിയിൽ പാസ്സായിരിക്കണം. നാലാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 2 ഹൗസിലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പാസ്സായിരിക്കണം. ശ്രദ്ധിക്കുക, 2 ഹൗസിലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പാസ്സായിരിക്കണം. ഇതിന് ജോയിന്റ് സിറ്റിംഗ് ഇല്ല. അഞ്ചാമത്തെ കാര്യം ഫെഡറൽ ഫീച്ചറുമായി ബന്ധപ്പെട്ടത്, സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട, ഉദാഹരണം GSTയുമായി ബന്ധപ്പെട്ട അതേപോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു കാരണവശാലും പാർലമെന്റിന് മാത്രം പാസ്സാക്കാൻ പറ്റില്ല. പാർലമെന്റ് പാസ്സാക്കി കഴിഞ്ഞിട്ട് പകുതിയിൽ കൂടുതൽ, അല്ലെങ്കിൽ പകുതി സംസ്ഥാനങ്ങൾ, 28ന്റെ പകുതി 14 സംസ്ഥാനങ്ങൾ ഇത് അംഗീകരിച്ചിരിക്കണം. അവരുടെ നിയമസഭകളിൽ സിമ്പിൾ മെജോറിറ്റി, കേവല ഭൂരിപക്ഷം അല്ലെങ്കിൽ ലളിതമായ ഭൂരിപക്ഷത്തിൽ എന്ത് ചെയ്താൽ മതി? പാസ്സാക്കിയാൽ മതി. ആറാമത്തത് പ്രസിഡന്റിന് മുമ്പിൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഹാജരാക്കും. ഏഴാമത്തത് പ്രസിഡന്റ് നിർബന്ധമായിട്ടും അത് ഒപ്പുവെക്കണം. ഇത് അവതരിപ്പിക്കുന്നതിന് മുമ്പ് പ്രസിഡന്റ് പെർമിഷൻ മേടിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. പ്രസിഡന്റ് നിർബന്ധമായും ഇത് ഒപ്പുവെക്കും. എട്ടാമത്തത് പ്രസിഡന്റ് എപ്പോഴാണോ ഒപ്പുവെക്കുന്നത് അപ്പോൾ ഈ ബില്ല് എന്തായി മാറി? ആക്റ്റായി മാറി, ഭരണഘടനയിൽ ഭേദഗതി വന്നു. ഒന്നുകൂടെ പറയാ, ശ്രദ്ധിച്ചിരിക്കുക, നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു അമെൻമെന്റ്, ഭരണഘടനാ ഭേദഗതി, ആർട്ടിക്കിൾ 368 പാർട്ട് 20 പറയുന്നത്
ഇത്രയേ ഉള്ളൂ. പാർലമെന്റിന്റെ ഏതെങ്കിലും ഒരു ഹൗസിൽ അവതരിപ്പിക്കുക. രണ്ടാമത്തത് പ്രസിഡന്റിന്റെ പ്രയർ റെക്കമെൻഡേഷൻ വേണ്ട, ഒന്നില്ലെങ്കിൽ പബ്ലിക് മെമ്പർ അല്ലെങ്കിൽ മന്ത്രി അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള MP അല്ലെങ്കിൽ മന്ത്രി അല്ലാത്തൊരു MPക്ക് വേണമെങ്കിൽ അവതരിപ്പിക്കാം. മൂന്നാമത്തത് 2 ഹൗസിലും സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സായിരിക്കണം. നാലാമത്തത് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് ജോയിന്റ് സിറ്റിംഗ് ഇല്ല. 2 ഹൗസിലും സെപ്പറേറ്റ് ആയിട്ട് പാസ്സായിരിക്കണം. അഞ്ചാമത്തത് ഫെഡറൽ ഫീച്ചറുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ സിമ്പിൾ മെജോറിറ്റിയിൽ പകുതി സംസ്ഥാനങ്ങളും പാസ്സാക്കിയിരിക്കണം. ആറാമത്തത് ഇത് പ്രസിഡന്റ് മുമ്പിൽ കൊടുക്കും സമ്മതത്തിന് വേണ്ടിയിട്ട്. ഏഴാമത്തത് പ്രസിഡന്റ് നിർബന്ധമായി ഒപ്പുവെക്കണം. എട്ടാമത്തത് പ്രസിഡന്റ് എപ്പോഴാണോ ഒപ്പുവെക്കുന്നത് അപ്പോൾ ഇതെന്തായി മാറി? ബില്ല് ആക്റ്റായി മാറി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കുന്ന കാര്യങ്ങൾ ആർട്ടിക്കിൾ 368 യാതൊരു ബന്ധവുമില്ല. സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക, അതേപോലെ തന്നെ അതിൻ്റെ ബൗണ്ടറീസ് മാറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ്? സിമ്പിൾ മെജോറിറ്റിയാണ്. അതേപോലെ തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ക്രിയേറ്റ് ചെയ്യുക, അബോളിഷ് ചെയ്യുക. ലെജിസ്ലേറ്റീവ് കൗൺസിൽ നമ്മളിപ്പോൾ നിയമസഭ മാത്രമല്ലേ ഉള്ളൂ, പക്ഷേ ചില സംസ്ഥാനങ്ങൾ ലെജിസ്ലേറ്റീവ് കൗൺസിലും കൂടി ഉണ്ട്. അതേപോലെ തന്നെ സെക്കൻഡ് ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടത്, അതായത് ശമ്പളം, അലവൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് ഷെഡ്യൂൾ. അടുത്ത കോറം, പാർലമെന്റിന്റെ കോറവുമായി ബന്ധപ്പെട്ട് എത്രയാണ് പാർലമെന്റിന്റെ കോറം? 1/10. 1/10 ഇൻക്ലൂഡിംഗ് പ്രിസൈഡിംഗ് ഓഫീസർ ഉണ്ടെങ്കിൽ മീറ്റിംഗ് തുടങ്ങാം. ആ മീറ്റിംഗ് തുടങ്ങേണ്ട മിനിമം ആളുകളുടെ എണ്ണമാണ് എന്ത്? കോറം. അടുത്ത് സാലറീസ് ആൻഡ് അലവൻസ് റിലേറ്റഡ് ടു പാർലമെന്റിലെ ആളുകളുടെ ശമ്പളം, അങ്ങനെയുള്ള കാര്യങ്ങൾ. റൂൾസ് ഓഫ് പ്രൊസീജിയർ ഇൻ പാർലമെന്റ്, പ്രിവിലേജസ് ഓഫ് പാർലമെന്റ്, യൂസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻ പാർലമെന്റ്, നമ്പർ ഓഫ് ജഡ്ജസ് ഇൻ സുപ്രീം കോർട്ടിൽ ജഡ്ജിമാരുടെ എണ്ണം തീരുമാനിക്കുന്ന ആരാന്ന് ചോദിക്കും. പാർലമെന്റിൽ സിമ്പിൾ മെജോറിറ്റിയിൽ പ്രമേയം അവതരിപ്പിച്ചാൽ മതി. ഇപ്പം 34 പേരാണുള്ളത്, ഇപ്പം 34 ജഡ്ജിമാരുള്ളത്. അതേപോലെ തന്നെ സുപ്രീം കോടതിന് കൂടുതൽ പവർ കൊടുക്കുന്നത് യൂസ് ഓഫ് ഒഫീഷ്യൽ ലാംഗ്വേജ്, അതേപോലെ തന്നെ സിറ്റിസൺഷിപ്പ്, അക്വസിഷൻ ആൻഡ് ടെർമിനേഷൻ, ഈ എക്സാമിന് ചോദിച്ചത്. അടുത്തത് എലക്ഷൻ ടു പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്, ഡീലിമിറ്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ്, അതായത് ഇവരുടെ നിയമസഭകൾ അല്ലെങ്കിൽ ആ ഒരു മണ്ഡലങ്ങളുണ്ടല്ലോ അതിൻ്റെ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടത്, അതായത് അതിൻ്റെ അതിർത്തി മാറ്റുക. യൂണിയൻ ടെറിട്ടറീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, 5ാമത്തെയും 6ാമത്തെയും ഷെഡ്യൂൾ ഏരിയാസുമായി ബന്ധപ്പെട്ട 5ാമത്തെയും 6ാമത്തെയും ഷെഡ്യൂൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഏത് മെജോറിറ്റിയിൽ പാസ്സാക്കിയാൽ മതി? സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കിയാൽ മതി. നിർബന്ധമായിട്ടും സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, പഠിക്കണം, എഴുതി വെക്കണം. സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കേണ്ട കാര്യം ഇതാണ്. ഇനി പാർലമെന്റ് സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP, അതേപോലെ തന്നെ 1ാമത്തെയും 3ാമത്തെയും കാര്യത്തിൽ പറയാത്തത്. ഈ 1, 3 പറയുന്നത് 1 നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, 2 ഓക്കെ. 3ാമത്തെ ഇപ്പോൾ പറയാൻ പോകും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലല്ലാത്തതിലെല്ലാം എന്താണ്? സ്പെഷ്യൽ മെജോറിറ്റിയിലാണ് പാർലമെന്റ് പാസ്സാക്കുക. ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എങ്ങനെ പാസ്സാക്കുക ചോദിക്കും, പ്രത്യേക ഭൂരിപക്ഷത്തിൽ. DPSP എങ്ങനെയാണ് അമെൻമെന്റ് ചെയ്യുക എന്ന് ചോദിക്കും, അതും പ്രത്യേക ഭൂരിപക്ഷത്തിലാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 3ാമത്തെ കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെന്റ് ആൻഡ് കൺസെന്റ് ഓഫ് സ്റ്റേറ്റ്സ്. അതായത് പാർലമെന്റ് സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കുകയും വേണം, അതേപോലെ തന്നെ സ്റ്റേറ്റിന്റെ സമ്മതവും വേണം. അപ്പോൾ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിലുണ്ടാവും. ഇപ്പോൾ ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്, എക്സ്റ്റെൻഡ് ഓഫ് എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്, സുപ്രീം കോടതികളും ഹൈക്കോടതികളും, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ. അടുത്തത് എനി ലിസ്റ്റ് ഇൻ 7th ഷെഡ്യൂൾ മാർക്ക് ചെയ്യുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 7ാമത്തെ ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ, ഇപ്പോൾ GST ഒക്കെ വന്നല്ലോ, അപ്പോൾ അതിൽ മാറ്റം വരുത്തണമെങ്കിൽ നിർബന്ധമായിട്ടും സംസ്ഥാനങ്ങൾ സിമ്പിൾ മെജോറിറ്റിയിൽ പകുതി സംസ്ഥാനങ്ങൾ പാസ്സാക്കിയിരിക്കണം. റെപ്രസെൻറ്റേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ പാർലമെന്റ്, ഇപ്പോൾ നമ്മളിപ്പോൾ പാർലമെന്റിൽ ഇപ്പോൾ കേരളത്തിന് രാജ്യസഭയിലേക്ക് 9 പേരും അതേപോലെ തന്നെ ലോക്സഭയിലേക്ക് 20 പേരെല്ലാം അയക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അമെൻഡ് ചെയ്യണമെങ്കിൽ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആർട്ടിക്കിൾ 368 എന്നുള്ള ആർട്ടിക്കിൾ അമെൻഡ് ചെയ്യണമെങ്കിൽ, ആർട്ടിക്കിൾ 368 അമെൻഡ് ചെയ്യണമെങ്കിൽ ഏതന്നെ വേണം? ഈ പ്രൊസീജിയർ തന്നെ പാലിച്ചിരിക്കണം. അതായത് സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കിയിരിക്കണം, പ്ലസ് പകുതി സംസ്ഥാനങ്ങൾ സിമ്പിൾ മെജോറിറ്റിയിലും പാസ്സാക്കിയിരിക്കണം. അപ്പോൾ പാർലമെന്റ് പാസ്സാക്കേണ്ട, അതേപോലെ തന്നെ നിയമസഭകളും പാസ്സാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് 3ാമത്തെ കാറ്റഗറിയിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം പാസ്സാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവരിപ്പോൾ ചോദിക്കും, ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിൽ എന്താണ് പാർലമെന്റ് ചെയ്യേണ്ടത്? പാർലമെന്റ് എന്താ ചെയ്യേണ്ടത്? സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കണം. അടുത്തത് പ്രസിഡന്റിന്റെ ഇലക്ഷൻ അമെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ പാർലമെന്റ് എങ്ങനെയാണ് നിയമം പാസ്സാക്കേണ്ടത്? പാർലമെന്റ് മാത്രം പാസ്സാക്കിയാൽ പോരാ, സ്പെഷ്യൽ മെജോറിറ്റിയിൽ ആരും പാസ്സാക്കണം? സംസ്ഥാനങ്ങളും പാസ്സാക്കണം. അടുത്തത് നോക്കുക,
സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എങ്ങനെയാണ് നിയമം പാസ്സാക്കുക? ആര് മാത്രം പാസ്സാക്കിയാൽ മതി? പാർലമെന്റ് മാത്രം പാസ്സാക്കിയാൽ മതി. എന്ത് മെജോറിറ്റിയിൽ പാസ്സാക്കിയാൽ മതി? സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിലെ സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് തത്വങ്ങൾ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 1935 ശ്രദ്ധിക്കുക, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടില് DPSP പറയുന്ന പേരാണത്. DPSP പറയുന്ന പേരാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഇത് പാർട്ട് 4മായി ബന്ധപ്പെട്ടതാണ്. ഒരു വെൽഫെയർ സ്റ്റേറ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്.